ശ്രീ വി ടി ബൽറാം. സർ, വികസനത്തിന് ഇരകളുണ്ടാകാൻ പാടില്ല എന്നുള്ള അങ്ങയുടെ അഭിപ്രായം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. സർ, ഇവിടെ അങ്ങ് തന്നെ ഉത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 475 കോടി രൂപയുടെ ഒരു സമഗ്ര പുനരധിവാസ പാക്കേജാണ് 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഈ വിഴിഞ്ഞത്തെ ഇരകൾക്ക് വേണ്ടി നീക്കിവെച്ചിരുന്നത്, അതിനുവേണ്ടി ആ നിലയിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ നാളിതുവരെ 114 കോടി രൂപ മാത്രമാണ്, അതായത് 25% താഴെ തുക മാത്രമാണ് ആ നിലയിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ചെലവഴിച്ചത്. അപ്പോൾ പുനരധിവാസം ഇനിയും പൂർത്തീകരിക്കപ്പെടാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർ, 5 ലക്ഷം രൂപയാണ് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഒരു ആജീവനാന്തമുള്ള ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ലൈഫ് ടൈം ഇൻകം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത്. ഇത് അപര്യാപ്തമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പരിശോധിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടാവുമോ? തീർച്ചയായും സാർ, ഈ പുനരധിവാസ പാക്കേജ് എന്ന് പറയുന്നത് അതൊരു വഴിപാട് നടപടിയല്ല. ഒരു സ്ഥലത്ത് വികസനം വരുമ്പോൾ അതിൻ്റെ പേരിൽ കുടിയൊഴിക്കപ്പെടുന്നവരും തെരുവിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നവരും ചേരികളിലേക്ക് എറിയപ്പെടാനുമുള്ള ഒരു സമൂഹം പാടില്ല. നമ്മളൊരു കേരള സമൂഹം ഒരു പുരോഗമന സമൂഹമാണ്. ഒരു വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനത്തിൻ്റെ ഇരകൾ തെരുവിലൂടെ പോകുന്നതും ഭവനരഹിതരായി ഭൂരഹിതരായി അവർ തെരുവിലൂടെ അലയുന്നതും ഒരു സർക്കാരിനും ഭൂഷണമല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകമായ പാക്കേജും പ്രത്യേകമായ ശ്രദ്ധയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു.